അടുത്തായി നമ്മൾ നോക്കുന്നത് 2023 ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലത്തിന്റെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ആൻസർ കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് വാരി വലിച്ച് പഠിക്കുന്നത് ആ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻവോൾവ്സ് ലാംഗ്വേജ് വിച്ച് ഈസ് എ യുണീക്ക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Explain the above with a specific reference to modes of human activities involving language. അതായത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ മോഡുകൾ വളരെ റെഫറൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് അറിയിക്കുന്നുണ്ട്. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻവോൾവ്സ് ലാംഗ്വേജ് വിച്ച് ഈസ് എ യുണീക്ക് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം? ഹൈലൈറ്റ് ദി നീഡ്, ഇമ്പോർട്ടൻസ്, ഗോൾസ്, എയിംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം. നാം കഴിഞ്ഞ 2024 ഇതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്, പക്ഷെ പ്രിൻസിപ്പിൾസ് മാത്രമാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നീഡ്സ്, ഇമ്പോർട്ടൻസ്, ഗോൾസ്, എയിംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലത്തിന്റെ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എസ് ആയിട്ടാണ് എഴുതേണ്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കരിക്കുലം ഇന്റഗ്രേഷൻ. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് എനി ടു മോഡ്സ് ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ. രണ്ട് മോഡലുകളാണ് കരിക്കുലം ഇന്റഗ്രേഷന്റെ ഭാഗത്തു നിന്ന് മിനിമം നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ എന്താണ് കരിക്കുലം ഇന്റഗ്രേഷൻ എന്നതും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ തന്നെ കരിക്കുലം ഇന്റഗ്രേഷന്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ, കോഴ്സ് കണ്ടന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. എക്സ്പ്ലെയിൻ അബൌട്ട് ദീസ് ടീച്ചിങ് അപ്രോച്ചസ്. കോഴ്സ് കണ്ടന്റും ഇന്റഗ്രേറ്റഡ് ലാംഗ്വേജ് ലേണിംഗും, ഈ രണ്ട് അപ്രോച്ചുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. The next question, write elaborately on 6 functions of language, then nature of text structure എന്നുള്ളത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുണ്ട്, 2024 വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് മൂന്ന് ടൈപ്പ് ഓഫ് ടെക്സ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രക്ചർ ഇവിടെ എടുത്ത് വെക്കുക, എഴുതി വെക്കുക. അതുകൂടാതെ തന്നെ 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജസും ഇവിടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ് പ്ലേ എ മേജർ റോൾ ഇൻ ദി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ സബ്സ്റ്റാൻഷിയേറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ലാംഗ്വേജ് തിയറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ഒന്നെങ്കിൽ വൈഗോട്സ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ചോംസ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും എഴുതാം. അതല്ലെങ്കിൽ ഈ ഒരു ആശയം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ് പ്ലേ എ മേജർ റോൾ, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് അറിയിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Then what is reading comprehension? List and explain the skills involved in developing reading comprehension with the suitable strategies എന്നുള്ളതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം എന്നുള്ളതിൽ ലാംഗ്വേജ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്, ലാംഗ്വേജ് കുട്ടികൾ എങ്ങനെ പഠിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്നത് എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ, റൈറ്റ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് വൈഗോട്സ്കിസ് കൾച്ചറൽ ടൂൾ എന്നുള്ളത്. ഈ വൈഗോട്സ്കിസ് കൾച്ചറൽ ടൂൾ തന്നെയാണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Then write in detail about Vygotsky's cultural tools for language learning and its educational implications. ഇപ്പോൾ വൈഗോട്സ്കിയുടെ കൾച്ചറൽ ടൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് അക്വസിഷൻ ലേണിംഗ് തിയറിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. The next question, what is bilingualism? How it differ from multilingualism? How these affect the education of students? List the challenges faced in teaching multilingual classroom എന്നുള്ളത്. അപ്പോൾ ഒരു ബൈലിംഗ്വൽ ക്ലാസ് റൂം ഉണ്ട്, മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം ഉണ്ട്, അല്ലെങ്കിൽ ബൈലിംഗ്വലിസം ഉണ്ട്. ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലാംഗ്വേജുകൾ ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. മൾട്ടിലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ലാംഗ്വേജ് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് എഡ്യൂക്കേഷനെ എഫക്ട് ചെയ്യുന്നതെന്നും, അതേപോലെ തന്നെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് ഏതിൽ, ടീച്ചിങ് മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂമിൽ. ഒരു മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്, ടീച്ചിങ്ങിൽ ചലഞ്ചസ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് എഴുതാനാണ് പറയുന്നത്. ലാസ്റ്റ് എസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് NCF, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, അതിനെ എലാബറേറ്റ് ചെയ്യുക. NCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ നോക്കിക്കാണണം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ദെൻ ഷോർട്ട് ആൻസർ ആയിട്ട് 2023 തന്നെ ലാക്കിൽ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? ലിസ്റ്റ് എനി 10 ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽസ് ഫോർ റൈറ്റിംഗ് ഇൻ സ്പെസിഫിക് കണ്ടന്റ് ഏരിയ. അതായത് റൈറ്റിംഗ് സ്കിൽസ് ഏതെങ്കിലും ഒരു 10 ആക്ടിവിറ്റീസുകൾ, റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു 10 ആക്ടിവിറ്റികൾ കോട്ട് ചെയ്യാണ്, ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് ഷോർട്ട് ആൻസർ, റൈറ്റ് എ നോട്ട് ഓൺ അക്കൾച്ചറൽ തിയറി, ഷൂമൻസ് അക്കൾച്ചറൽ തിയറി, അതിനെ റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ
ഹൗ ഡി കോൾ ഈസ് 4 C's ഓഫ് കരിക്കുലം. 4 C's ഓഫ് കരിക്കുലം അത് ക്ലാസ് റൂമിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 4 C's ഓഫ് കരിക്കുലം അത് കോളിയുടേതാണ്. ആക്ട് ആസ് ദി ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓഫ് CLIL എന്നുള്ളത്. ആ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് 4 C's കരിക്കുലത്തിന്റെ 4 C's ആയിട്ട് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 4 C's ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കേണ്ടത്. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ട്രാൻസാക്ഷണൽ ആൻഡ് റിഫ്ലക്റ്റീവ് ടെസ്റ്റ്സ് എന്നുള്ളതാണ്. ട്രാൻസാക്ഷണൽ ആൻഡ് റിഫ്ലക്റ്റീവ് ടെസ്റ്റ്സ് അതിനെ കമ്പയർ ചെയ്യാനാണ്, അതിനെ കോൺട്രാസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ ഹൗ ഈസ് ലാംഗ്വേജ് റിലേറ്റഡ് ടു തിങ്കിങ്. ഹൗ ഈസ് ലാംഗ്വേജ് റിലേറ്റഡ് ടു തിങ്കിങ് എക്സ്പ്ലെയിൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ കൂടി ആൻസർ കണ്ടെത്തി പഠിച്ചാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ പഠനത്തിന്റെ മേഖലകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 2024 ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ വരുന്നിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് 2022 കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ട് ഫൈനൽ ആക്കിക്കൊണ്ട് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ പഠിച്ചു പോകുന്ന തക്കതായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.